ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ കുറച്ച് ലോങ് ഡ്രൈവിന് പോകാമെന്ന് കോർഫക്കാനിലേക്കാണ് പോകുന്നത്. സോ ആദ്യം പോകുന്ന വഴിയിൽ ഫസ്റ്റ് ഫുഡെല്ലാം കഴിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി റോയൽ മന്തിയിലാണ് കയറിയത്. ബട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു അവിടെ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ കോർഫക്കാനിലേക്ക് വിട്ട് അറൗണ്ട് 1 hour ഉണ്ട് ഫ്രം അവർ പ്ലേസ് ടു കോർഫക്കാനിലേക്ക്. സോ ഫുൾ ആക്ച്വലി കോർഫക്കാൻ പോകുന്ന വഴി ഫുള്ളും മലകളും ഇതെല്ലാം. സോ അങ്ങനെ നമ്മൾ ഫസ്റ്റായിട്ട് ഷീഷ് പാർക്കിലൊക്കെ പോയത്. സോ ഭയങ്കര ആംബിയൻസ് ആണ്. ബട്ട് യൂഷ്വലി തണുപ്പ് നല്ല സ്റ്റാർട്ടാകുന്ന സമയത്ത് ഇപ്പം തന്നെ ആൾക്കാർ ക്യാമ്പിങ്ങിനെല്ലാം വന്ന് തുടങ്ങി. അവിടെ ക്യാമ്പിങ്ങും എല്ലാം ചെയ്യാൻ പറ്റും. നല്ലൊരു പ്ലേസാണ്. സോ കൂൾ ആൻഡ് കുറച്ച് കാണാനുണ്ട്. ഫാമിലി ആയിട്ട് ഇങ്ങനെ പിക്നിക്കിന് പോകണമെന്നുണ്ടെങ്കിലെല്ലാം നല്ലൊരു പ്ലേസാണ്. തന്നെ കിഡ്സ് ഏരിയ ഉണ്ട്. സോ അവർക്ക് നമുക്ക് അവിടെ കളിക്കാൻ വിടാമെല്ലാം ചെയ്യാം. സോ ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള പ്ലേസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബോട്ട് റൈഡിങ്ങിന് പോയി. ഇതും അവിടെ നിന്ന് ഷീഷ് പാർക്കിൽ നിന്ന് അറൗണ്ട് 20 minutes ഉണ്ട്. സോ ബോട്ട് റൈഡിങ്ങിന് പെർ പേഴ്സൺ 20 dirham എങ്ങാണ്ടേ ഉള്ളൂ. സോ നല്ല 30 minutes റൈഡ്, ഓൾമോസ്റ്റ് 30 minutes റൈഡ് ഉണ്ട്. മുമ്പെല്ലാം വെച്ചാൽ നമുക്ക് അവിടെ ഒരു ഐലൻഡിലേക്ക് എത്തുമ്പം ഇറങ്ങി അവിടെ വെള്ളത്തിൽ ഇറങ്ങാനെല്ലാം പറ്റായിരുന്നു. ബട്ട് ഇപ്പോൾ ഗവൺമെൻറ് റെസ്ട്രിക്റ്റ് ആക്കിയതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ വാട്ടർഫാൾ ഉണ്ട്. പിന്നെ നല്ല ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെ ആംഫി തിയേറ്ററാണ്, റോമൻ ഇൻസ്പയർഡ് തിയേറ്റർ. അവിടെ നിന്നാണെങ്കിലും ഫോട്ടോസെല്ലാം എടുക്കണമെങ്കിലും കുറച്ച് ഈവനിങ്ങിലേ പോകണം, എന്നാലേ നല്ലൊരു പിക്സ് ഇതെല്ലാം കിട്ടും. നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള പ്ലേസാണ്. പിന്നെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബൈലോട്ടേക്ക് തിരിച്ച് വന്ന് പിന്നെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ബാക്ക് ടു ഹോം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ്